2004-ൽ 40-ലധികം സീറ്റുകളുമായി കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് വെറും വിരലിലെണ്ണാവുന്ന സീറ്റുകളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളത്തിൽ കൂടി ഭരണം നഷ്ടമായതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയുടെ അസ്തിത്വത്തെ വരെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒരു സംസ്ഥാനത്ത് പോലും ഭരണമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വൈകാതെ തന്നെ ദേശീയ പാർട്ടി സ്ഥാനവും നഷ്ടമായേക്കുമെന്നാണ് വിലയിരുത്തലുകൾ. എന്തായിരിക്കും ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യയുടെ അവസ്ഥ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായത്? കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി ഇന്ത്യൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പശ്ചിമ ബംഗാൾ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾക്ക് പിന്നാലെ തങ്ങളുടെ അവസാനത്തെ ശക്തി കേന്ദ്രവും കൈവിട്ടത് പാർട്ടിയുടെ ദേശീയ പ്രസക്തിയെ ഗൗരവകരമായി ബാധിക്കുന്ന ഒരു കാര്യവുമാണ്. ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ ഇടതുപക്ഷത്തിന് മുന്നിൽ വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായും 3 രീതിയിലൂടെയാണ് ഒരു പാർട്ടിക്ക് ദേശീയ പദവി ലഭിക്കുന്നത്. അതിൽ ഒന്നാമത്തത് കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ 6% വോട്ടും 4 ലോക്സഭാ സീറ്റും നേടുക. 2 ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ 2% 3 സംസ്ഥാനങ്ങളിൽ നിന്നായി നേടുക. 3 4 സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാനത്തിന്റെ പാർട്ടി പദവി ഉണ്ടായിരിക്കുക. നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും വോട്ട് വിഹിതത്തിലും സീറ്റുകളുടെ എണ്ണത്തിലും വലിയ ഇടിവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിൽ കൂടി ഭരണം നഷ്ടമായതോടെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് വിഹിതം 6% എത്തിക്കുക എന്നത് കഠിനമായ ഒരു കാര്യം തന്നെയാണ്. ഇതിനകം തന്നെ CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ദേശീയ പദവി നഷ്ടമാവുകയാണോ എന്ന ഭീഷണിയാണ് നേരിടുന്നത്. നമുക്കറിയാവുന്നതാണ്, പശ്ചിമ ബംഗാളിൽ ഏകദേശം 34 വർഷം ഭരിച്ച ഒരു പ്രസ്ഥാനം ഇന്ന് അവിടെ നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത അവസ്ഥയിലാണുള്ളത്. ത്രിപുരയിലും സമാനമായ വോട്ട് ചോർച്ച BJPയിലേക്കും മറ്റ് പ്രാദേശിക കക്ഷികളിലേക്കും നടന്നു. കേരളത്തിലാകട്ടെ ഭരണ തുടർച്ചയ്ക്ക് ശേഷം നേരിട്ട ഈ വലിയ പരാജയം അണികൾക്കിടയിലും വലിയ ആശങ്കാക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. യുവജനങ്ങളെ ആകർഷിക്കുന്നതിലെ പരാജയം, മാറുന്ന സാമ്പത്തിക നയങ്ങളോടുള്ള പൊരുത്തപ്പെടൽ, സംഘടനാപരമായ തകർച്ച എന്നിവയാണ് പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നത്. മാത്രവുമല്ല ധാർഷ്ട്യവും അഹങ്കാരവും. ദേശീയ തലത്തിൽ ഒരു ബദലായി ഉയർന്നു വരാൻ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലെ സഖ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് സ്വതന്ത്രമായ വളർച്ചയെ തടയുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ വോട്ട് വീതം ഗണ്യമായി ഉയർത്താനും പുതിയ സംസ്ഥാനങ്ങളിലേക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാനും സാധിച്ചിട്ടില്ല എങ്കിൽ സാങ്കേതികമായി മാത്രമല്ല രാഷ്ട്രീയമായും ഇടതുപക്ഷം ഇന്ത്യയിൽ ഒരു പ്രാദേശിക ഘടകമായി ഒതുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ കൂടി ഭരണം നഷ്ടമായതോടെ CPMന്റെ ഇന്ത്യയിലെ സാന്നിധ്യം ചരിത്രപരമായി തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്ന് നമുക്ക് നിസ്സംശയം പറയാമല്ലോ, അല്ലെ? നിലവിൽ ഇന്ത്യയിൽ ഒരിടത്തും ഭരണമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇടതുപക്ഷം മാറുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 3 സംസ്ഥാനങ്ങളിലാണ് ഇന്ന് പാർട്ടിയുടെ സാന്നിധ്യം പേരിനെങ്കിലും നിലനിൽക്കുന്നത്. കേരളത്തിൽ ഭരണ തുടർച്ചയ്ക്ക് ശേഷം നേരിട്ട ഈ വലിയ പരാജയം പാർട്ടിയെ പ്രതിപക്ഷ നിരയിലേക്ക് മാറ്റുകയുണ്ടായി. പശ്ചിമ ബംഗാളിലാകട്ടെ 34 വർഷത്തെ ഭരണത്തിന് ശേഷം ഇന്ന് നിയമസഭയിൽ സ്വന്തമായി അംഗങ്ങളില്ലാത്ത അത്രയും വലിയ തകർച്ചയിലാണ് പാർട്ടി ഉള്ളത്. 2026-ലെ തെരഞ്ഞെടുപ്പിൽ ചില സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും പഴയ പ്രതാപത്തിന്റെ നിഴൽ മാത്രമാണ് അവിടെയുള്ളത്. ത്രിപുരയിൽ BJP ഭരണം പിടിച്ചെടുത്തതോടെ CPIM അവിടെ ഒരു ദുർബലമായ പ്രതിപക്ഷമായി മാറുകയാണ്. തമിഴ്നാട്ടിൽ DMK സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. ഏതാനും MLA-മാരെ വിജയിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നതൊഴിച്ചാൽ സ്വന്തമായ ഒരു സ്വാധീനം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ TVKയോടൊപ്പം CPM മാറുകയും ചെയ്തു. ഇന്ത്യൻ പാർലമെന്റിലെ അവസ്ഥ പരിശോധിച്ചാൽ തകർച്ചയുടെ ആഴം വ്യക്തമാണ്. 2004-ൽ 40-ലധികം സീറ്റുകളുമായി കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് വെറും വിരലിലെണ്ണാവുന്ന സീറ്റുകളിലേക്ക് പാർട്ടി ഒതുങ്ങിപ്പോയിരിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ ഹിന്ദി ബെൽറ്റുകളായ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്ന ഒറ്റപ്പെട്ട സീറ്റുകളും വോട്ട് വീതവും ഇപ്പോൾ വലിയ രീതിയിൽ ഇടിഞ്ഞു താണുപോയിട്ടുണ്ട്. കേരളം, തമിഴ്നാട്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമായി CPMന്റെ രാഷ്ട്രീയ സാന്നിധ്യം പരിമിതപ്പെടുകയാണ്. ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ ആവശ്യമായ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന പദവി പോലും നിലവിൽ CPMന് ഉറപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഈ പോക്ക് തുടരുകയാണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഇടതുപക്ഷം ഒരു പ്രധാന കക്ഷി എന്ന നിലയിൽ പൂർണ്ണമായും ഇല്ലാതാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ദേശീയ പാർട്ടി പദവി നഷ്ടമാകുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സാങ്കേതിക പ്രശ്നം മാത്രമല്ല, മറിച്ച് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങൾ പ്രകാരം ഈ പദവി പോയാൽ ഉണ്ടാകുന്ന പ്രധാന പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഞാൻ പറയാം. ദേശീയ പാർട്ടി പദവി ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ചിഹ്നം, ഉദാഹരണത്തിന് CPMന്റേത് അരിവാൾ ചുറ്റിക നക്ഷത്രമാണല്ലോ, ഇന്ത്യയിലുടനീളം ആ പാർട്ടിക്ക് മാത്രമായി സംവരണം ചെയ്യപ്പെട്ടതായിരിക്കും. പദവി നഷ്ടമാവുകയാണെങ്കിൽ ഏത് സംസ്ഥാനത്താണോ സംസ്ഥാന പാർട്ടി പദവി ഉള്ളത്
അവിടെ മാത്രമേ ആ ചിഹ്നം സ്ഥിരമായി ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ മത്സരിക്കുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പോലെ കമ്മീഷൻ അനുവദിക്കുന്ന ചിഹ്നങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടതായി വരും. ഇത് വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും ഇടയാകും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്ന സ്റ്റാർ ക്യാമ്പയിന്മാരുടെ എണ്ണത്തിലും വലിയ നിയന്ത്രണം വരും. ദേശീയ പാർട്ടികൾക്ക് 40 പേരെ വരെ നിയോഗിക്കാവുന്നതാണ്. ഇവരുടെ യാത്രാ ചെലവ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തുകയും ചെയ്യില്ല. പദവി നഷ്ടപ്പെട്ടാൽ ഈ എണ്ണം 20 ചുരുങ്ങും. ഇത് പാർട്ടിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളെ സാമ്പത്തികമായും സംഘടനാപരമായി തന്നെ ബാധിക്കും. ദേശീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വോട്ടർ പട്ടികയിലുള്ള ഒരാൾ നാമനിർദ്ദേശ പത്രികയിൽ പിന്താങ്ങിയാൽ മതിയായിരുന്നു. എന്നാൽ അംഗീകാരമില്ലാത്ത പാർട്ടിയാണ് എങ്കിൽ 10 പേരുടെ പിന്തുണ പത്രിക സമർപ്പിക്കാൻ ആവശ്യവുമാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് ആകാശവാണിയിലും ദൂരദർശനിലും ലഭിക്കുന്ന നിശ്ചിത സമയത്തിനുള്ള സൗജന്യ പ്രചാരണ സമയം ഇല്ലാതാകും. കൂടാതെ വോട്ടർ പട്ടികയുടെ പകർപ്പുകൾ സൗജന്യമായി ലഭിച്ചിരുന്ന സൗകര്യവും ഇതോടെ ഇല്ലാതായിത്തീരും. ഓരോ തവണയും വോട്ടർ പട്ടികയുടെ പകർപ്പിനായി വലിയ തുക ചിലവാക്കേണ്ടി വരുന്നത് വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ച്. ദേശീയ പാർട്ടികൾക്ക് തങ്ങളുടെ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ ഭൂമി അനുവദിക്കാറുണ്ട്. പദവി നഷ്ടമാകുന്നതോടെ ഭാവിയിൽ ഇത്തരം ആനുകൂല്യങ്ങളെയും ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി തന്നെ ബാധിക്കും. ഒരു പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള പ്രതിച്ഛായ ഇടിയുന്നതിനോടൊപ്പം തന്നെ ഇതിനോടകം തന്നെ CPI, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾക്ക് ഈ പദവി നഷ്ടപ്പെട്ടത് അവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഇനി ഈ പദവി നഷ്ടമാകാൻ പോകുന്നത് CPM-നാണ്. എന്തായിരിക്കും ഇനി ഭാവിയിൽ ഉണ്ടാകുക എന്ന് വരും ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുക.